നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 11.21 ലക്ഷം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. യോഗ്യത നേടിയവരിൽ 58%-ലധികവും പെൺകുട്ടികളാണ്. 715 ഉയർന്ന സ്കോർ. പഞ്ചാബിൽ നിന്നുള്ള ആര്യൻ ഗുപ്ത, ഹരിയാനയിൽ നിന്നുള്ള പൻഷുൽ ബൻസാൽ എന്നിവരാണ് ടോപ്പ് സ്കോറർമാർ. 19 വിദ്യാർത്ഥികൾ 700-ലധികം മാർക്ക് നേടി. 138 പേർക്ക് 690 മുകളിൽ മാർക്കുണ്ട്. NEET.NTA.NIC.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഫലമറിയാം. നീറ്റിൽ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് നീരജ് ബി ആണ്. കൊല്ലം കരുനാഗപ്പള്ളി കൊല്ലക സ്വദേശികളായ ബിജുവിൻ്റെയും രേഖയുടെയും മകനാണ്. മെയ് 3 നീറ്റ് പരീക്ഷ നടന്നതെങ്കിലും ചോദ്യപേപ്പർ ചോർന്നുവന്ന ആരോപണങ്ങളെ തുടർന്ന് മെയ് 12 പരീക്ഷ റദ്ദാക്കിയിരുന്നു. കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, ഏറെ ആശങ്കകൾക്കൊടുവിലാണ് പരീക്ഷാ ഫലമൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് മാനസിക പ്രയാസമുണ്ടായ സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടായി. ഇപ്പോൾ ഈ റിസൾട്ട് പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ എത്രത്തോളം നേട്ടമുണ്ട്? വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഫലപ്രഖ്യാപനം വന്നത്. 11.21 ലക്ഷം കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. അതായത് മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകൾക്ക് രാജ്യത്തുടനീളം പ്രവേശനം നേടുന്നതിന് യോഗ്യത നേടി എന്നതാണ് ശ്രദ്ധേയം. ഈ യോഗ്യത നേടിയവരിൽ 58%-ലധികവും പെൺകുട്ടികളാണ് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. നമുക്കറിയാം 720 നീറ്റിൻ്റെ സ്കോർ നൽകുന്നത്. നീരജ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നീറ്റ് പരീക്ഷയിൽ വാങ്ങിയ മിടുക്കനാണ്. നീരജ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വലിയ അഭിമാനമുണ്ട് കേട്ടോ. നീരജ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. എങ്ങനെയുണ്ട് റിസൾട്ട് വന്നപ്പോൾ? എങ്ങനെയുണ്ട് വീട്ടിലെ ഒരു അന്തരീക്ഷ സാഹചര്യം? എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലേ? സന്തോഷത്തിലാണ്. എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പൊക്കെ നീരജ്? തയ്യാറെടുപ്പ് ബ്രില്യന്റിന്റെ ഒരു ഹെൽപ്പോടുകൂടി, പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാ ചിട്ടയായ ഒരു പഠനവും പിന്നെ പരീക്ഷകൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ആയിരുന്നു. അതാണ് ഹെൽപ്പ് ചെയ്തത് ഈ ജേർണിയിൽ മൊത്തത്തിൽ. നീരജ്, ആ ഒരു പ്രതീക്ഷയിൽ, ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെ ആയിരുന്നു അല്ലേ? ഒരു മികച്ച റാങ്കിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു അല്ലേ? എന്താ ഇനിയുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? പിജിക്ക് ഇത് കഴിഞ്ഞ് കയറിയണം. ഇനി നല്ലൊരു കോളേജിൽ കയറുക. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇനി കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇടയ്ക്ക് പരീക്ഷ റദ്ദാക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് എങ്ങനെയായിരുന്നു അതിനെയൊക്കെ നേരിട്ടത്? പലയിടത്തും ആശങ്ക ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ. അതെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയോ? ആദ്യമൊക്കെ അത് കഴിയുമ്പോഴത്തേക്കും അത് കാരണം കേരളത്തിൽ പിള്ളേർക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കുറച്ച് പേര് വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്കും അതിന്റെ ആ സിറ്റുവേഷൻ മനസ്സിലായി. കുറച്ചുകൂടി തയ്യാറെടുക്കാൻ സമയം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ശരി, അപ്പൊ എല്ലാ ആശംസകളും കേട്ടോ. താങ്ക് യു സർ. ഭാവിയിലേക്കും എല്ലാ ആശംസകളും നീരജ്. കാർത്തിക്, തുടരാം. രഞ്ജിത്ത്, 720 നീറ്റിന്റെ സ്കോർ ഉള്ളത്. അതിൽ 715 നേടി 2 വിദ്യാർത്ഥികൾ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറർമാരായി എന്നതാണ് പ്രത്യേകത. പഞ്ചാബിൽ നിന്നുള്ള ആര്യൻ ഗുപ്തയും അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്നുള്ള പൻഷുൽ ബൻസാലും. മാത്രമല്ല 19 വിദ്യാർത്ഥികൾക്ക് ഈ നീറ്റിന്റെ പുനഃപരീക്ഷയിൽ അവർ 700-ലധികം മാർക്ക് നേടി. 138 വിദ്യാർത്ഥികൾ 690-ലധികം മാർക്ക് നേടി. അങ്ങനെ വലിയ തോതിലുള്ള നേട്ടമാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുടെ ഫലം എന്ന് പറയുന്നത്. മാത്രമല്ല 650-ലധികം മാർക്ക് നേടിയ 1492 കുട്ടികൾ ഉണ്ട്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യോഗ്യത നേടിയത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ പുനഃപരീക്ഷാ ഫലത്തിന് ഉണ്ട് എന്നതും ശ്രദ്ധയോടെ നമ്മൾ കാണണം. മാത്രമല്ല രാജ്യത്തുടനീളം നടത്തിയ ഈ പരീക്ഷ, ആദ്യഘട്ടത്തിൽ നടത്തിയ പരീക്ഷ വിവാദങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. പിന്നീട് വീണ്ടും പരീക്ഷ നടത്തി. ആ പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഏജൻസി തന്നെ പറയുന്നതനുസരിച്ച് 138 പേർ
ഇത്തവണ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്നു എന്നത് ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമാണ് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിലൂടെ ഈ പരീക്ഷാഫലം അറിയാൻ കഴിയും. തീർച്ചയായും അതാണ്. ഏതായാലും നീറ്റ് പരീക്ഷാഫലം ഏറെ ആശങ്കകൾക്കും വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിൽ പരീക്ഷാഫലം വന്നിരിക്കുന്നു. കേരളത്തിനും ഒരുപാട് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ടുണ്ട്. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.